കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ സർവേകളുമായി എല്ലാവരും കൗതുകത്തോട് കോവിഡിന്റെ വാർത്തകൾ കൂടി ആ ഒരു കൗതുകം മാറി. ഇപ്പൊ കൗതുകത്തോടു കൂടി നിൽക്കുന്നത്, കൗതുകത്തിനപ്പുറം ആകാംക്ഷയോടുകൂടി നിൽക്കുന്നത് ഈ സർവേ ഫലം ഇതുപോലെ ആകുമോ അവസാന ഫലം എന്നുള്ളതാണ്. അതായത് ഇതുവരെയുള്ള എല്ലാ സർവേകളും ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച പ്രവചിക്കുന്നു. 104 മുതൽ 120 സീറ്റ് വരെ LDF പ്രവചിക്കുന്ന ഇന്ത്യ ടുഡേ സർവേയാണ് ഏറ്റവും മുന്നിൽ. ABP സർവേ LDF പരമാവധി 77 സീറ്റും പ്രവചിക്കുന്നു. BJPക്ക് 0 മുതൽ 6 സീറ്റ് വരെയാണ് വിവിധ ഏജൻസികളുടെ പ്രവചനങ്ങളിൽ. LDF 44 മുതൽ 48% വരെ വോട്ട് വിഹിതവും UDF 36 മുതൽ 42% വരെ വോട്ട് വിഹിതവുമാണ് പ്രവചനങ്ങളിൽ ഏറെയും. ശ്രദ്ധേയമായ കാര്യം, BJPയുടെ വോട്ട് വിഹിതം കുറയുമെന്ന രീതിയിലാണ്. 13 മുതൽ 16% വരെ അയക്കാമെന്ന പ്രവചനവും ഈ സർവേകളുടെ ഒരാകത്തുകയായി നമുക്ക് ലഭിക്കുന്നുമുണ്ട്. വാർത്തയിലേക്ക്. ഇന്ത്യ ടുഡേ വോട്ട് അനുസരിച്ച് LDF 104 മുതൽ 120 വരെ സീറ്റുകൾ നേടും. UDFന് 20 മുതൽ 36 വരെ മാത്രമാണ് പ്രവചനം. NDയുടെ വോട്ട് വിഹിതം 2% കുറഞ്ഞ് 13 ആകുമെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് കണക്കുകൾ പ്രവചിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയന് 45% പിന്തുണയും ഉമ്മൻചാണ്ടിക്ക് 28% പിന്തുണയുമാണുള്ളത്. ശ്രീധരന് 5%, രമേശ് ചെന്നിത്തലയ്ക്ക് 4% എന്നിങ്ങനെയാണ് പ്രവചനം. ടുഡേസ് ചാണക്യ വോട്ട് അനുസരിച്ച് LDF 102 സീറ്റ് നേടും. UDFന് 35, NDAക്ക് 3 എന്നിങ്ങനെയാണ് പ്രവചനം. ഈ സംഖ്യയിൽ 3 സീറ്റ് വരെ കൂടുകയോ കുറയുകയോ ചെയ്യാം. LDFന് ടുഡേസ് ചാണക്യ 46% വോട്ട് പ്രവചിക്കുമ്പോൾ UDFന് 34% മാത്രമാണ് വോട്ട് വിഹിതം. NDയുടെ വോട്ട് 14%ത്തിലേക്ക് താഴും. ABP വോട്ട് അനുസരിച്ച് LDFന് 71 മുതൽ 77 സീറ്റ് വരെയാണ് പ്രവചനം. UDFന് പരമാവധി 68 സീറ്റ്. ഇന്ത്യ എഹെഡ് LDFന് 72 മുതൽ 79 സീറ്റ് വരെ പ്രവചിക്കുന്നു. UDFന് പരമാവധി 66 സീറ്റാണ് സാധ്യത. ABP NDAക്ക് 2 സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ ഇന്ത്യ എഹെഡ് 3 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. പോൾ ഡയറി വോട്ടെടുപ്പിൽ LDF 87 സീറ്റ് വരെ നേടാമെന്നും UDF 61 ഒതുങ്ങുമെന്നുമാണ് പ്രവചനം. ടൈംസ് നൗ സി വോട്ടർ വോട്ടിൽ LDF 74, UDF 65, NDA 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഏതായാലും വോട്ടെണ്ണലിന് 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്ക് ഫല സൂചനകൾ ലഭിക്കാനും എന്താണ് ഈ കാര്യങ്ങൾ ഈ സർവേ ഫലങ്ങൾ പോലെ തന്നെ കൃത്യമാണോ എന്നറിയാനും 2 ദിവസം കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. വിവിധ പ്രതിനിധികൾ നമ്മുടെ വിലയിരുത്തൽ. VV അരുണിലേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് VV അരുണിലേക്ക് കടക്കാം. അരുൺ, സാധാരണ ജനങ്ങളെന്ന പോലെ ഈ രാഷ്ട്രീയ നേതാക്കളും വളരെ ആകാംക്ഷാപൂർവ്വമായിരിക്കും ഇത് കാത്തിരുന്നത്. സാധാരണഗതിയിൽ ജയിക്കുന്ന മുന്നണികൾ ആ ഫലത്തിനെതിരെ പറയാറില്ല. തോൽക്കും എന്ന് സർവേ ഫലങ്ങൾ പറയുന്ന മുന്നണി സ്വാഭാവികമായും സർവേ ഫലം തള്ളിക്കളയും. ഇത് മുൻപെല്ലാം ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നേതാക്കൾക്ക് പ്രാഥമികമായിട്ട് ഇത് കേട്ട ശേഷമുള്ള പ്രതികരണം എന്തായിരുന്നു? അവരുടെ ഒരു പരസ്യ പ്രതികരണമല്ല, അവരുമായി സംസാരിച്ചാണല്ലോ അവരും, സ്വാഭാവികമായി അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതീക്ഷിച്ച ഒരു ജനവിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും ഇടതു നേതൃത്വം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ വിജയം, ഒരു 80 സീറ്റ് കുറയാത്ത വിജയം അവർ നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്നു. തരംഗമുണ്ടായാൽ സർക്കാർ അനുകൂല തരംഗം, മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വലിയൊരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും മലബാറിൽ അടക്കം അത്തരം വികാരമുണ്ട് എന്നൊരു വിലയിരുത്തൽ CPM-നും ഇടതുമുന്നണിക്കും ഉണ്ടായിരുന്നു. അതുകൂടി ശരിയായി വന്നാൽ ഈ ചില സർവേ ഫലങ്ങൾ പറയുന്ന 90-ന് മുകളിലേക്ക് 120 നേതൃത്വത്തിന് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കണക്കല്ലെങ്കിൽ പോലും 80-നും മുകളിലേക്ക് 90 കടന്നുള്ള ഒരു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച വിജയം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഇടതു കേന്ദ്രങ്ങൾക്ക് ഇല്ലാതില്ല. ഏതായാലും ഏത് സാഹചര്യത്തിലും 80 സീറ്റ് അവർ പ്രതീക്ഷിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലങ്ങളെ അവർ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. എന്നാൽ പരസ്യമായി ഇതൊരു പ്രതികരണത്തിന് നേതാക്കൾ ഒരുപക്ഷെ ഇന്ന് മാത്രമേ മുതിർന്നേക്കൂ. വലിയ ഒരു പ്രതീക്ഷ പുറത്തു പറയാൻ സാധ്യതയുമില്ല ഈ സർവേ ഫലങ്ങളെ വിശ്വസിച്ചുകൊണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കണ്ണൂർ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം തിങ്കളാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നത് നാട്ടിലെ ധർമ്മടത്തായിരിക്കും. അവിടെ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥികൾ ഒരു ഫോം ഒപ്പിട്ട് നൽകണം. ആ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വാങ്ങി തിങ്കളാഴ്ച രാവിലെ 9:00 തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. വിമാനത്താവളത്തിൽ അദ്ദേഹം മടങ്ങിയെത്തും. സ്വാഭാവികമായും കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ പോലും ഒരു സ്വീകരണം അദ്ദേഹത്തിന് അവിടെ പാർട്ടി പ്രവർത്തകർ നൽകുമെന്ന ഉറപ്പാണ്. ഒരുപക്ഷെ നേതാക്കൾ മാത്രം പങ്കെടുത്തുകൊണ്ട് സ്വീകരണമാകാം CPM ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അന്ന് ഉച്ചയ്ക്കോ വൈകിട്ടോ അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കും.
ഇതുവരെയുള്ള കാര്യങ്ങൾ CPM തീരുമാനിച്ചു കഴിഞ്ഞു. ഒപ്പം അരുണ UDF-മായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ അവസാന ഘട്ടത്തിൽ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു അവരുടെ വിലയിരുത്തൽ പോലും 75 വരെ എത്തിയേക്കാം. ഒരുപക്ഷെ 75-80 നേടി അവർ അത്തരത്തിൽ ഭരണത്തിലേക്ക് തിരിച്ചു വന്നേക്കാം. ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നുണ്ടോ? ഈ സർവേകൾ പുറത്തു വരുമ്പോഴും അത് തള്ളിക്കളയുന്നുണ്ട്. ആത്മവിശ്വാസം അത്തരത്തിൽ ഇപ്പോഴുമുണ്ടോ UDF-ന്റെ ഭാഗത്ത്? UDF കേന്ദ്രങ്ങൾക്കും സർവേ ഫലങ്ങൾ നിരാശ നൽകുന്നതാണെങ്കിൽ പോലും അവരും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഈ സർവേക്ക് അപ്പുറം ചില നേട്ടങ്ങൾ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. വടക്കൻ കേരളത്തിലും ഈ പല സർവേകളിലും കാണുന്ന തരത്തിലുള്ള ഒരു വിധിയാകില്ല ഉണ്ടാകുന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ചും ചില സർവേകൾ വടക്കൻ കേരളത്തിൽ നേരിയ മുൻതൂക്കം UDF-ന് ഇപ്പോൾ നൽകുന്നുമുണ്ട്. അതും അവരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ സർവേകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഈ ഘട്ടത്തിൽ UDF നേതൃത്വം ചെയ്യുന്നത്. അവർ വിജയം ഉറപ്പിക്കുന്നു. ഇന്നലെ ഈ സർവേ വന്ന ശേഷം രാത്രിയിൽ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സർവേയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ ചോദിക്കുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തായി, ഇത്ര വലിയൊരു ഞങ്ങൾക്കൊരു ജയം നേടുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രവചിച്ചോ? ഇല്ലല്ലോ. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിൽ എന്തായി എന്നൊക്കെയുള്ള മറുചോദ്യങ്ങളാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്. പക്ഷേ ഈ അണികളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഈ എല്ലാ സർവേകളും ഒരേപോലെ ഫലം വരുന്നു. UDF അണികളുടെ ഇടയിൽ അങ്ങനെ ഒരു ആശങ്ക, പ്രത്യേകിച്ച് ഈ ലീഗിന്റെ നേതാക്കളൊന്നും അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് വരട്ടെ അങ്ങനെ ഒരു പ്രതികരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിനൊന്നും തയ്യാറാവുന്നില്ല. അത്തരം ഒരു ആശങ്ക ഉണ്ടോ? നേതാക്കൾ ആദ്യഘട്ടം മുതൽ ഇത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സർവേ ഫലങ്ങളെയാണ് അല്ലെങ്കിൽ എക്സിറ്റ് പോളിംഗ് പ്രീപോൾ സർവേ ഫലങ്ങളെയും ചൂണ്ടിക്കാട്ടിയാണ് ഇത് പൂർണ്ണമായും ഇതിനെ നിരാകരിച്ചിരുന്നത്. അണികൾ കിരൺ സൂചിപ്പിച്ചത് സ്വാഭാവികമായും എല്ലാ ഏജൻസികളും ഒരുപോലെ LDF-ന് തുടർഭരണം പ്രവചിക്കുമ്പോൾ, വലിയ വിജയം പ്രവചിക്കുമ്പോൾ അണികൾ സ്വാഭാവിക ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ അത് മറികടക്കാനുള്ള ഒരു ശ്രമം ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞത് മുതൽ കേന്ദ്രങ്ങളുടെ നീക്കം വളരെ ശ്രദ്ധേയമായ നീക്കമായിരുന്നു. മികച്ച പ്രതീക്ഷ അവർ LDF കേന്ദ്രങ്ങൾ അത് പറയുമ്പോൾ അതിനെ മറികടക്കുന്ന വിജയ പ്രതീക്ഷ കണക്കുകൾ നിർത്തിയാണ് UDF നേതാക്കൾ ഓരോരുത്തരായി വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയും നേട്ടം ഉണ്ടാകുമെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ അണികളെ കൂടി കൂടെ നിർത്താൻ അല്ലെ അണികളുടെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ നീക്കമായി കൂടി വിലയിരുത്തപ്പെടുന്നു. ഏതായാലും UDF കേന്ദ്രപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ സർവേ ഫലങ്ങൾക്കപ്പുറം ജനവിധി ഉണ്ടാകും. സർവേ ഫലങ്ങൾ എന്തായാലും ജനവിധി അതാകില്ല എന്ന അരുൺ തുടരുക. നമുക്ക് MS അനീഷ് കുമാറും അശ്വിൻ വല്ലത്തും ഒപ്പം CV അനുമോദും നമ്മോടൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഈ കൗതുകകരമായ ഒരു കാര്യം അത് അനുമോദിലേക്ക്. അനുമോദ്, ഈ ലീഗ് കേന്ദ്രങ്ങൾ ഈ സർവേക്ക് ശേഷം അവർ നടത്തിയ ഒരു വിലയിരുത്തൽ, കാരണം ചില സർവേകൾ 20-22 സീറ്റുകൾ വരെ UDF-ന് പ്രവചിക്കുന്നു. ലീഗ് ഒറ്റയ്ക്ക് പിടിക്കുന്ന സീറ്റ് മാത്രം UDF-ന് മൊത്തം കിട്ടുമെന്ന കൗതുകകരമായ കാര്യം കൂടി ഈ സർവേയുടെ ഭാഗമായി വരുമ്പോൾ അതങ്ങനെ വിശ്വസിക്കാനും അത്തരത്തിൽ ആത്മവിശ്വാസം കുറയ്ക്കാനും അവർ തയ്യാറായിട്ടുണ്ടോ? ലീഗിന്റെ ഇക്കാര്യത്തിലുള്ള വിലയിരുത്തൽ വളരെ ശ്രദ്ധേയമാണ്. അതായത് ഒപ്പീനിയൻ പോളുകളും സർവേകളും ഒന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലാണ് പരസ്യമായിട്ട് ലീഗ് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം UDF-ന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സർവേയെ അംഗീകരിക്കുകയാണെങ്കിൽ അത് മൊത്തം മുന്നണിക്ക് തന്നെ അത് ക്ഷീണമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ന സർവേകളെല്ലാം പ്രകാരം ലീഗിന് വ്യക്തമായ മേൽക്കൈ അവർ മത്സരിച്ച ഇടങ്ങളിലൊക്കെ തന്നെ നൽകുന്നതാണ്. മലപ്പുറം ജില്ലയിലെ തന്നെ കാര്യമെടുക്കുകയാണെങ്കിൽ 2 സർവേകളാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ 2നും ലീഗിന് കൃത്യമായ മേധാവിത്വം ഉണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് ലീഗ് നേടും എന്ന കാര്യത്തിൽ കൃത്യമായ മേധാവിത്വമുണ്ട്. അതിൽ ചില സീറ്റുകളിൽ അട്ടിമറി അവർ പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും ലീഗിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആശങ്ക മലപ്പുറം ജില്ലയിൽ എവിടെയുമില്ല എന്നതാണ് ലീഗിന്റെ ആഭ്യന്തരമായിട്ടുള്ള ഒരു കണക്കൂട്ടലും വിലയിരുത്തലും. പക്ഷേ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം, ഒപ്പീനിയൻ പോളുകളും സർവേകളും അല്ല ഞങ്ങൾ കണക്കാക്കുന്നത്, അത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ വ്യക്തമായതാണ്. അതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ തവണ എല്ലാ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തുള്ളൊരു വിജയമാണ് UDF നേടിയത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അത്തരത്തിലൊരു വേവ് കേരളത്തിലുണ്ട് എന്ന് UDF പറയുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ അതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അതിനൊപ്പം തന്നെ എല്ലാ ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തകർ നൽകിയ കണക്കുകൾ പ്രകാരം മികച്ചൊരു വിജയം തന്നെ അവകാശപ്പെടുന്നുണ്ട്. അത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ മറ്റ് സർവേകളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല എന്നാണ് ലീഗ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്നലെ വന്ന പല സർവേകളിലും ലീഗിനെ സംബന്ധിച്ച് സാധാരണ ലീഗിന്റെ പല ശക്തി കേന്ദ്രങ്ങളിൽ ലീഗ് ജയിക്കേണ്ടത് വലിയ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ അവർ തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം വേങ്ങര അടക്കമുള്ള ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴികെ പല സ്ഥലങ്ങളിലെയും വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം വളരെ ചെറുതാണ്. MK മുനീർ അടക്കം തോക്കും എന്ന രീതിയിൽ തന്നെയാണ് പല സർവേകളും വന്നത്.
അത് ഏതെങ്കിലും തരത്തിൽ ഈ സർവേകളുടെ ആകെ ഒരു ശതമാനത്തിന്റെ കണക്ക് വരുമ്പോൾ ലീഗിന് വല്ല 10%, 15% വരെയൊക്കെ വ്യത്യാസം വരേണ്ട മണ്ഡലങ്ങളടക്കം 1%, 2, 3 ആ തരത്തിലേക്കാണ് നിൽക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ടോ? ലീഗിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആശങ്കയില്ല എന്ന് തന്നെയാണ് ലീഗിന്റെ ഭാഗത്തും ഈ സർവേക്ക് ശേഷവുമുള്ള വിലയിരുത്തൽ. കാരണം അവർ ഉദ്ദേശിച്ച വോട്ടുകളെല്ലാം തന്നെ അവരുടെ പെട്ടിയിൽ വീണ് കഴിഞ്ഞു എന്ന് ലീഗ് നേതൃത്വം പല തലത്തിലുള്ള നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്കെല്ലാം തന്നെ ഉറപ്പായിട്ട് പറയുന്ന ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് ഈ കടുത്ത മത്സരം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ വോട്ടിംഗ് ഭൂരിപക്ഷത്തിൽ അല്പം കുറവ് വന്നേക്കാം, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിലെ കുറവ്, അതുപോലെ വോട്ടിങ്ങിലെ കുറവ്, അതൊന്നും ഉണ്ടാകില്ല എന്ന് ലീഗ് നേതൃത്വം കൃത്യമായി പറയുന്നു. അതിന്റെ കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ കണക്കുകൾ, അവർക്ക് ലഭിച്ച കണക്കുകൾ കൃത്യമായിട്ട് വിലയിരുത്തിയാണ് ഇത് പറയുന്നത് എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിലേക്കാൾ സീറ്റുകൾ ഉറപ്പായിട്ടും നേടും, അധികം മത്സരിച്ച സീറ്റുകളിലും ജയം നേടും. വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരിക കടുത്ത മത്സരം ഉണ്ട് എന്ന് വിലയിരുത്തുന്ന മണ്ഡലങ്ങളിൽ മാത്രമാകുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. തവനൂർ പോലെയുള്ള സീറ്റുകൾ പോലും അവർ പ്രതീക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം അത്ര കടുത്ത മത്സരം നടക്കുന്നുണ്ട്. നമുക്ക് MS അനീഷ് കുമാറിലേക്ക് ഒന്ന് പോകണം. അനുഭവം തുടരുക. അശ്വിൻ വെള്ളത്തുമുണ്ട് നമ്മുടെ. അനീഷ്, ഈ വടക്കൻ കേരളത്തിൽ പല സർവേകളും LDFന്റെ വലിയ ആധിപത്യം, ചില സർവേകളെങ്കിലും UDFന് അനുകൂലമായി നേരിയ വ്യത്യാസത്തിൽ UDFന്റെ മുന്നേറ്റം പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും മധ്യ കേരളത്തിൽ UDF പ്രതീക്ഷിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. മധ്യ കേരളം പഴയ രീതിയിൽ തങ്ങളുടെ ശക്തി കേന്ദ്രമായി മാറും എന്ന ആത്മവിശ്വാസം പല നേതാക്കളും സംസാരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ സർവേ ഫലങ്ങളെ അപ്പടി വിശ്വസിക്കുന്നുണ്ടോ മധ്യ കേരളത്തിലെ LDF UDF നേതാക്കൾ? തീർച്ചയായും UDF LDF നേതാക്കൾക്ക് മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത ഉണ്ട് എന്നത് വ്യക്തമാണ്. സർവേ ഫലങ്ങളിൽ ഏതാണ്ട് ഉത്തര കേരളം കഴിഞ്ഞ് മധ്യ കേരളത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. UDF അധികാരത്തിലേറുമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ശിലയിടുന്ന ജില്ലകൾ ഈ തെക്കൻ കേരളത്തിനിപ്പുറം മധ്യ തിരുവിതാംകൂർ ഭാഗത്തുള്ള ജില്ലകളാകും എന്ന പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പിലുള്ളത്. കാരണം എറണാകുളം ജില്ലയിൽ വലിയ നേട്ടമാണ് UDF പ്രതീക്ഷിക്കുന്നത്. വിരലിലുണ്ടാവുന്ന സീറ്റുകൾ മാത്രമാണ് ഇത്തവണ LDFനെ നിലനിർത്താൻ കഴിയുക എന്ന് അവർ വിശ്വസിക്കുന്നു. ചില സീറ്റുകൾ ഇതിനകം തന്നെ വിജയം ഉറപ്പിച്ച രീതിയിൽ, അതായത് പറവൂർ പോലെയുള്ള, ആലുവ പോലുള്ള, തൃക്കാക്കര, എറണാകുളം പോലെയുള്ള മണ്ഡലങ്ങളിൽ അവർ ഉറച്ച വിജയപ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി, വൈപ്പിൻ തുടങ്ങിയ ചില സീറ്റുകളിൽ മാത്രമാണ് തികഞ്ഞ വിജയപ്രതീക്ഷയുള്ളത്. കഴിഞ്ഞ തവണ വിജയിച്ച എറണാകുളം ജില്ലയിലെ കിഴക്കൻ മണ്ഡലങ്ങളിൽ പോലും വലിയ മത്സരം നടക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാനുണ്ട്. തൃശ്ശൂർ ജില്ലയിലും LDFന് വലിയ നഷ്ടമുണ്ടാവില്ല എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ വ്യക്തമാകുന്നത്. എന്നാൽ അവരുടെ കൈവശമിരിക്കുന്ന തൃശ്ശൂർ മണ്ഡലം നഷ്ടപ്പെടും, അവിടെ പത്മജ വിജയിക്കും എന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത്തവണ ഏറ്റവും UDF കാര്യമായ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ CPMനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങൾക്ക് വോട്ടായി മാറും എന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ചും LDFന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളായ അമ്പലപ്പുഴ, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങൾ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. വർഷങ്ങളായി ആ മണ്ഡലങ്ങളെ പ്രതികരിച്ചിരുന്ന മന്ത്രിമാരായ തോമസ് ഐസക്കും സുധാകരനും മാറിയതിനൊപ്പം CPMലെ ആഭ്യന്തര തർക്കങ്ങൾ ഈ മണ്ഡലങ്ങളിൽ വളരെ രൂക്ഷകരമായി അവരുടെ വിജയസാധ്യതകളെ ബാധിക്കുമെന്ന് പറയുന്നു. ഒപ്പം ചേർത്തല CPIയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. ആ മണ്ഡലത്തിലും ഒരുപക്ഷെ ഇത്തവണ അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതകൾ അവർ പ്രവചിക്കുന്നു. കാരണം തിലോത്തമന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കുമ്പോൾ അവിടെ അടിയൊഴുക്കുകൾ വളരെ വലുതായി നടന്നിട്ടുണ്ട് എന്ന പ്രതീക്ഷയാണുള്ളത്. ഒപ്പം കായംകുളത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഹരിത സാബുവിനിട്ട് ആ മണ്ഡലം പിടിക്കുന്നതിനുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി. അവിടെ അവസാന ഘട്ട പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പോലും വലിയ തർക്കങ്ങളും ഈ ആരിഫ് MP-യുടെ ചില പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത്തരത്തിൽ LDFന്റെ ഒരു കുത്തക സീറ്റെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലത്ത് ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ആലപ്പുഴ ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെയാണ് കോട്ടയം ജില്ല കണക്കാക്കുന്നത്. ജോസ് പക്ഷം LDFിലേക്ക് കോട്ടയം ജില്ലയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു വലിയ കൗതുകം എന്ന് പറയുന്നത് കോട്ടയത്തെ മത്സരം മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ജോസഫും തമ്മിലുള്ള മത്സരം. ആരുടെ കൂടെയാണ് കേരള കോൺഗ്രസ് മത്സരം? പിന്നെ അതിലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരാള് മാണിസി കാപ്പനാണ്. പാലയിൽ കാപ്പൻ ജയിക്കുമോ, രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ എന്താണ് ഈ രണ്ട് പാർട്ടികളുടെയും ഈ എക്സിറ്റ് ഫലം വരുന്നതിന് ശേഷം ഈ രണ്ട് പാർട്ടികളുടെ ഒരു കണക്കുകൂട്ടൽ എന്താണ്?
നിലവിൽ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാര്യമായ ഒരു കോട്ടയം പരിഗണിച്ച രീതിയിൽ കാര്യമായി വന്നിട്ടില്ല. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഗതി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ജോസഫ് പക്ഷങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടന്നത്. പാലയിൽ എന്തായാലും വിജയിക്കാമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. പക്ഷേ മണ്ഡലം തിരിച്ചുപിടിക്കും എന്ന് ജോസ് കെ മാണി പക്ഷവും പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ജോസ് പക്ഷത്തിനൊപ്പം നിന്ന് തങ്ങൾക്കൊരിക്കലും കയറാൻ കഴിയാത്ത ബാലികേറ മലകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ പോലും LDF നേട്ടമുണ്ടാക്കി. ആദ്യമായി പാല നഗരസഭ ഭരിക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും കഴിഞ്ഞ തവണ ജോസ് പക്ഷത്തിനൊപ്പം ചേർന്നുണ്ടായിരുന്നു. ഒപ്പം ഏറ്റുമാനൂർ പോലെയുള്ള മാണി ഗ്രൂപ്പിന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ തവണ 2 തവണയായി സുരേഷ് കുറുപ്പ് ജയിക്കുന്നെങ്കിൽ പോലും അവിടെയൊക്കെ ജോസ് പക്ഷത്തിന് വോട്ടുള്ള ഇടങ്ങളാണ് എന്ന് പറയുന്നു. അവിടെയൊക്കെ ഒരു വലിയ വിജയം നേടാൻ കഴിയുക. ഒപ്പം ചങ്ങനാശ്ശേരി പതിറ്റാണ്ടുകളായി തന്നെ UDFിനൊപ്പം നിലയുറപ്പിക്കുന്ന മണ്ഡലമാണ്. അവിടെ ജോബ് മൈക്കിളിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം LDFിന് വലിയ പ്രതീക്ഷകളില്ലാത്ത കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ പോലെയുള്ള മണ്ഡലങ്ങളും ഇത്തവണ ജോസ് പക്ഷത്തിനൊപ്പം നിന്ന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ മധ്യ കേരളത്തിലുള്ള LDFിന്റെയും UDFിന്റെയും ആകെയുള്ളൊരു പ്രതീക്ഷ. നമുക്കിനി വടക്കൻ കേരളത്തിലേക്ക് പോകണം കിരൺ. വടക്കൻ കേരളത്തിലെ സർവേ ഫലങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ അവിടെയും LDFിന്റെ ആധിപത്യം പ്രവചിക്കുന്നുവെങ്കിൽ പോലും ചില സർവേകളെങ്കിലും വടക്കൻ കേരളത്തിൽ തിരിച്ചു തന്നെയുള്ള ആര് ജയിക്കും ആര് നോക്കും എന്നുള്ള എത്ര ശതമാനം വോട്ട് വരെ കിട്ടും എന്നുള്ള തരത്തിലുള്ള സർവേ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അശ്വിന് കുറെ കൂടി കൗതുകകരമായ വിവരങ്ങൾ പറയാൻ കഴിയും. എന്താണ് അശ്വിൻ, ഈ മുന്നണികളുടെ കണക്ക് കൂട്ടലിന് അപ്പുറത്തേക്കാണോ ഇപ്പുറത്തേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? UDFിന്റെയും LDFിന്റെയും ഈ സർവേ ഫലങ്ങൾ വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ സർവേകളെ അത്തരത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ ഈ മുന്നണികളൊക്കെ തയ്യാറായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഈ സർവേകളുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രതികരണങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ ഇടത് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ കണക്കുകൂട്ടിയതിന് ഏതാണ്ട് അടുത്ത് തന്നെ നിൽക്കുന്നതാണ് സർവേ ഫലങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ഒരു സർവേ മാത്രമാണ് വടക്കൻ കേരളത്തിൽ, മലബാറിൽ UDFിന് ആധിപത്യം പ്രവചിക്കുന്നത്. മനോരമ ന്യൂസ് VMR സർവേ മാത്രമാണ് അത്തരത്തിൽ ഒരു ആധിപത്യം വടക്കൻ കേരളത്തിൽ UDF ഇത്തവണ അട്ടിമറി നേടും എന്നുള്ള തരത്തിലുള്ള പ്രവചനം നടത്തുന്നത്. മറ്റു 2 സർവേകളും, ഈ മലബാർ റീജിയൻ തിരിച്ചു വന്ന മറ്റ് 2 സർവേകളും പൊതുവെ LDFിന് അനുകൂലമാണ്. അതിൽ മാതൃഭൂമി ന്യൂസ്, അതേപോലെ മാതൃഭൂമി ന്യൂസ് സർവേയിൽ വലിയ ആധിപത്യം വടക്കൻ മലബാറിൽ പറയുന്നുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റ് സീ വോട്ടർ സർവേയിൽ നേരിയ മുൻതൂക്കം LDFിന് കൊടുക്കുകയും ചെയ്യുന്നു. അത്തരത്തിലാണ് വടക്കൻ കേരളത്തിലെ സ്ഥിതി. കൗതുകകരമായ കാര്യം, മഞ്ചേശ്വരത്ത് വളരെ ശക്തമായ പോരാട്ടം നടന്ന ത്രികോണ മത്സരം നടന്ന മഞ്ചേശ്വരത്ത് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ പരാജയപ്പെടും എന്നുള്ള നിലയ്ക്കാണ് പൊതുവെയുള്ള 3 സർവേകളും പ്രവചിക്കുന്നത്. വളരെ കടുത്ത മത്സരം നടക്കുന്നു. പക്ഷേ എന്നാൽ പോലും നേരിയ മുൻതൂക്കം UDFിനുണ്ട്. LDF അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകും. നേരത്തെയുള്ള ഒക്കെ സംഭവിച്ച പോലെ, കഴിഞ്ഞ തവണയും അതിന് മുൻപിലത്തെ തവണയൊക്കെ സംഭവിച്ചതുപോലെ അത്തരത്തിൽ ഒരു സാധ്യതയിലേക്കാണ് മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ വലിയ അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. പൊതുവെ എല്ലാ സർവേകളും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ചില സർവേകളിലെങ്കിലും ഉദുമയിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഉദുമ ഒരുപക്ഷെ മറിഞ്ഞേക്കും എന്നുള്ളതിലേക്കുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നു. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ, കണ്ണൂരിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ LDFിന്റെ ഒരു ആധിപത്യം തന്നെയാണ് പൊതുവെ എല്ലായിടത്തും കാണുന്നത്. പക്ഷേ എന്നാൽ കൂടി കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്ക് വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രതിഫലനം സർവേകളിലും കാണാനുണ്ട്. കണ്ണൂർ ഒരുപക്ഷെ മറിഞ്ഞേക്കാം എന്നുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നു. മാത്രമല്ല അഴീക്കോടുമായി ബന്ധപ്പെട്ട് അഴീക്കോട് ഒരുപക്ഷെ UDFിന് നഷ്ടമാവാനുള്ള സാധ്യത, KM ഷാജി അവിടെ തോൽക്കാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ സർവേകളിൽ കാണുന്നത്. എന്നാൽ മനോരമ ന്യൂസ് സർവേയിൽ മാത്രമാണ് ഇത്തരത്തിൽ അഴീക്കോടും നിലനിർത്തും. അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നേരത്തെയുള്ള 3 മണ്ഡലങ്ങൾക്കപ്പുറം ഒരു മണ്ഡലം കണ്ണൂർ കൂടെ കിട്ടി. അങ്ങനെ 4 മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിൽ നേടാൻ കഴിയുമെന്ന് പറയുന്നത്. മറ്റുള്ള സർവേകളെല്ലാം UDFിന് 1-2 സീറ്റുകൾ മാത്രമാണ് അവിടെയും പ്രവചിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. സർവേകളിലൊക്കെ വളരെയധികം കോൺഫ്ലിക്റ്റുകൾ ഉള്ള ജില്ലയാണ് കോഴിക്കോട്. പൊതുവെ വടകര സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കിയ മണ്ഡലമാണ് വടകര. പക്ഷേ വടകരയിൽ ഇത്തവണ LDF തന്നെ വടകര നിലനിർത്തും എന്നുള്ള നിലയ്ക്കാണ് പൊതുവെ സർവേകളിലൊക്കെ കാണുന്ന ഒരു കാര്യം. പക്ഷേ അത് എത്രത്തോളം അതിൽ വസ്തുതയുണ്ട് എന്നുള്ള കാര്യം, സർവേകൾ അത്രത്തോളം ജനമനസ്സ് അറിഞ്ഞുകൊണ്ടാണോ ആ സർവേ എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് അത്തരം വിശകലനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അല്ല, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് 2 ദിവസത്തിനകം അറിയാവുന്നതാണ്. പക്ഷേ 2 ദിവസത്തിലും എന്തായാലും ഈ വിവരങ്ങളെല്ലാം നമുക്ക് വ്യക്തമാകും. CV അനുമോദ്, MS അനീഷ് കുമാർ, അശ്വിൻ വല്ലത്ത് എന്നിവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കിരൺ, നമുക്ക് 2 ദിവസം കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ഇങ്ങനെയൊക്കെ വിശകലനം നടത്തുമ്പോഴും ഈ 2 ദിവസത്തെ ആകാംക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. 2 ദിവസത്തെ കണക്കുകൂട്ടുകൾ മാത്രം. അതിനുശേഷം ശരിക്കുള്ള ഫലം വരണമെങ്കിൽ
പെട്ടി പൊട്ടിക്കണം, നേരത്തെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സ്ട്രോങ് സർവേയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, അത് കേരളത്തിൽ വന്ന സർവേ ആയാലും അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ വന്ന സർവേയും പരിശോധിച്ച് നോക്കിയാൽ അമ്പേ പരാജയപ്പെട്ടു പോയ സർവേ ഉണ്ട്. എല്ലാ സർവേയും പരാജയപ്പെട്ടു പോയ ബീഹാർ തെരഞ്ഞെടുപ്പുണ്ട്. അതുപോലെ സർവേകളൊക്കെ ശരിയായ തെരഞ്ഞെടുപ്പുകളും കൂടുതലെണ്ണമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം കൃത്യമായി ഒരിക്കലും 19 സീറ്റ് കിട്ടുമെന്ന് ഒരു സർവേയും പ്രവചിച്ചിരുന്നില്ല. സർവേ പറഞ്ഞില്ലെന്നുള്ളതല്ല, രാഷ്ട്രീയ പാർട്ടികൾ പോലും കേരളത്തിലെ ഇടതുമുന്നണിയോ അല്ലെങ്കിൽ UDF ഒരിക്കലും കണക്കുകൂട്ടിയില്ല ഇത്തരത്തിൽ ഒരു വലിയ വിജയം ഉണ്ടാകുമെന്ന്, ഇത്തരത്തിൽ വലിയ പരാജയം ഉണ്ടാകുമെന്ന്. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ എന്താണ് വോട്ട് ചെയ്തത് നമുക്ക് കുറെ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കാം. ജനം തീരുമാനിച്ചു കഴിഞ്ഞു, ഞായറാഴ്ച അറിയാം. ഇന്നലെ കൗതുകരമായി പറഞ്ഞത്, ഈ സർവേ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, ഈ വോട്ട് ചെയ്ത നമ്മൾക്ക് വന്നിട്ട് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഈ സർവേക്കാരൻ ഒരു പണി കൊടുത്താലോ എന്ന് പറഞ്ഞ് തിരിച്ചു പറയുന്നവർ പോലും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആരും അങ്ങനെ വോട്ട് ചെയ്ത കാര്യം പരസ്യമായിട്ട് പറയാനും അടുത്ത് നിൽക്കുന്ന പാർട്ടിക്കാരൻ ഏത് പാർട്ടിക്കാരനാണോ അയാൾക്ക് വോട്ട് ചെയ്ത് ചിലപ്പം പറയുകയും ചെയ്യും. ഫലം ശരിയാവാം, തെറ്റാവാം, ഏതും വരാം. ശരി, നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് കിരൺ ഒരു ഇടവേള വേണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാലായിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാണി സി കാപ്പനും ജോസ് കെ മാണിക്കും ഒരുപോലെ നിർണായകമാണ് പാലായിലെ ഫലം. അത് അത്തരത്തിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോങ് റൂം തുറക്കുന്നവരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ പ്രതീക്ഷകൾ ആർക്കും ഒട്ടും കുറവല്ല. അവിടെ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലാണ് ഇനി കാര്യം ജനം എന്ത് വിധിച്ചു എന്നതാണ് വ്യക്തമാകേണ്ടത്. എന്നാൽ നമ്മളോട് മാണി സി കാപ്പൻ സംസാരിച്ചിരുന്നു അല്പം മുമ്പ് നമ്മുടെ പ്രതിനിധി ശ്രീജിത്തുമായി. എന്തായാലും പറയുന്നത് ഉറപ്പ് 100% ഉറപ്പ് ജയം ആണ് എന്ന് തന്നെയാണ്. ഏത് തരത്തിലും വിജയിക്കും. ജോസ് കെ മാണി വിരുദ്ധ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ഇടതുപക്ഷത്തു നിന്നും BJP-യിൽ നിന്നും വോട്ട് കിട്ടിയിട്ടുണ്ടെന്നും മാണി സി കാപ്പൻ നമ്മുടെ പ്രതിനിധി G. ശ്രീജിത്തിനോട് പറഞ്ഞു. ശ്രീജിത്ത് മാണി സി കാപ്പനുമായി അല്പം മുമ്പ് സംസാരിച്ചു. ശ്രീജിത്തുമായുള്ള മാണി സി കാപ്പന്റെ അഭിമുഖത്തിലേക്ക്. കേരളത്തിന്റെ വിധി എന്തെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളം അത്രത്തിൽ വിധി എഴുതി കഴിഞ്ഞ് അതിന്റെ വോട്ടെണ്ണലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം പാല തന്നെയാണ്. പാലയിൽ എന്താകും ജനവിധി എന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ തന്നെ ആകാംക്ഷ നിറയ്ക്കുന്ന ചോദ്യമാണ്. പാലയിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. നേരിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇത്തവണത്തെ ഒരു ഏറ്റവും അവസാന കണക്കുകൂട്ടലെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതീക്ഷ എങ്ങനെ? ഒരു സംശയം വേണ്ട, 15,000 വോട്ടിന് മുകളിൽ ഇവിടെ ജയിച്ചിരിക്കുന്നു. ആദ്യം തൊട്ട് പറയുന്ന ഒരു കണക്കാണ് 15,000 എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് കണക്കുകൂട്ടലെല്ലാം UDF-ന്റെ കഴിഞ്ഞല്ലോ. അത് ഞാൻ ആദ്യം 10,000 ആയിരുന്നല്ലോ പറഞ്ഞത്, പിന്നെയാണ് അവസാന ഭാഗത്താണ് 15,000 എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുടെ പ്രതികരണം കണ്ട് മനസ്സിലായി. ഞാൻ 4 ഇലക്ഷൻ നിന്നതല്ലേ, ഇത് 5ാമത്തെ ഇലക്ഷനല്ലേ, 3 തോറ്റു, ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു. അപ്പം ജനത്തിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രതികരണം നമുക്ക് 100% അനുകൂലമാണ്. ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടതിനേക്കാൾ കൂടുതൽ പ്രതികരണം വന്നെന്ന് മനസ്സിലാക്കണമല്ലോ. കാരണം 3000-ഓളം മാത്രമായിരുന്നു അന്നത്തെ ഒരു ഭൂരിപക്ഷം. ഇപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകുന്നതാണ് ഉറപ്പം. ഇത് പാല എന്ന് പറയുന്ന ഒരു UDF മണ്ഡലമാണ്. ആ UDF മണ്ഡലത്തിലാണ് ഇപ്പോൾ LDF അപ്പുറത്ത് നിന്ന് മത്സരിക്കുന്നത്. ഞാൻ LDF നിന്ന് മത്സരിച്ച് തോറ്റ് പിടിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ UDF അനുകൂലമായ ഒരു സ്ഥിതി പാലായിലുണ്ട് എപ്പോഴും. അത് പ്ലസ് ഓഫ് കോഴ്സ് നമ്മൾ പേഴ്സണൽ NCK, കല, സാംസ്കാരികം, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം വരുമ്പോൾ വോട്ടുകൾ വരും. രാഷ്ട്രീയമായ വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള വോട്ടുകളും വരുന്നതാണ്. അതായത് UDF മണ്ഡലമാണ് പാല, അതിനപ്പുറത്തേക്കുള്ള വോട്ട് എന്ത് കാരണം കൊണ്ട് വരും എന്നാണ് കരുതുന്നത്? ഏറ്റവും പ്രധാനമായി ജോസ് കെ മാണി എന്ന് പറയുന്ന വ്യക്തി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാനൊക്കെ മുനിസിപ്പൽ കൗൺസിലറായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം ലോക്സഭയിലെത്തി. ആ ലോക്സഭയിലെത്തിയ ശേഷം 1.5 കൊല്ലം ബാക്കിയുള്ളപ്പോൾ അതിട്ടിട്ട് വന്ന് രാജ്യസഭ എടുത്തു. ആ രാജ്യസഭ 6 വർഷത്തേക്കാണ്. ആ 6 വർഷമുള്ള രാജ്യസഭ 2.5 വർഷം കഴിയുമ്പോൾ രാജിവെച്ച് ബാക്കി 3.5 വർഷം ഉപേക്ഷിച്ചിട്ട് ഇവിടെ പാലായി മത്സരിക്കാൻ വന്നു. ഇവിടെ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം, ഞാൻ ദേശാടന പക്ഷിയാണ്, ഇവിടെ കാണുകയല്ല ജയിച്ചാൽ. അതിന് തക്ക മറുപടി കൊടുത്തുകൊണ്ട് 16 മാസം നല്ലൊരു MLA പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. 462 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ജനത്തിന് അതിന് തിരിച്ചറിവായി. പുതിയൊരു MLA കണ്ടു. പാലായിൽ വ്യത്യസ്തനായൊരു MLA അവർക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രതികരണം സ്വാഭാവിക തിരഞ്ഞെടുപ്പിൽ നമ്മൾ ചെല്ലുമ്പം ആളുകളെ കാണുമ്പോൾ അവരൊരു ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജോസ് വിരുദ്ധ വികാരമുണ്ട് എന്ന് കണക്കാക്കുന്നു. അതിവിടെ മാത്രമല്ല, ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച എല്ലായിടത്തും ഉണ്ട്. മറ്റിടത്തും തോൽക്കാൻ തന്നെയാണ് സാധ്യത. സംശയമൊന്നും വേണ്ട, അങ്ങനെ തന്നെയാണ്. അടുത്തിടയ്ക്ക് വന്ന വാർത്ത പാലയിൽ മാണി സി കാപ്പൻ BJP-യുടെ വോട്ട് വാങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളായിരുന്നു. ജോസ് ക്യാമ്പിൽ നിന്ന് അങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെന്താണ് വസ്തുത? ഞാൻ ആദ്യമേ പറഞ്ഞു, പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള മത്സരം ഇവിടെ നടന്നത്. പണാധിപത്യം ആരുടെ ഇല്ലാന്ന് അറിയാമല്ലോ. അത് കുരുമുളക് വിറ്റും റബ്ബർ ഷീറ്റ് വിട്ട കാശൊന്നുമല്ലല്ലോ. അതുകൊണ്ട് കുറേ അധികം ചിലവാക്കിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ അതിനേക്കാൾ മേലെ ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നു.
അവരാരാണ് ജയിക്കേണ്ടതെന്ന് ആദ്യം തന്നെ തീരുമാനം എടുത്തു. അത് അവസാനം വരെ ആ തീരുമാനം, ആ ട്രെൻഡ് നിലനിന്നു. BJP-ക്കാരുടെ വോട്ടും സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടോ? ആരുടെ വോട്ട് കിട്ടിയാലും നമുക്ക് മേടിക്കുന്ന ഇപ്പം ഞാൻ ആരോടുമ്പോൾ എനിക്കൊരു വോട്ട് തരാമോ, BJP-ക്കാരാ ഒരു വോട്ട് തരാമോ, അല്ലെങ്കിൽ CPM-കാരാ എനിക്കൊരു വോട്ട് തരാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അവരുമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് അവർ മനസ്സിലാക്കി. ഞാനിവിടെ MLA ആയിരുന്ന 16 മാസക്കാലം എൻ്റെ അടുത്ത് വരുന്ന ഒരു BJP-കാരനാണോ, CPM-കാരനാണോ, CPI-കാരനാണോ, കേരള കോൺഗ്രസ്സുകാരനാണോ എന്ന് നോക്കിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ കണ്ടു, ഒരുപോലെ ഡീൽ ചെയ്തു. അതിൻ്റെ പ്രയോജനം തീർച്ചയായും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണും. കാപ്പന്റെ UDF പ്രവേശന വേദിയിൽ ശ്രദ്ധേയമായത് ഇടത് പ്രവർത്തകരെയോ നേതാക്കളെയോ ആരെയും വിമർശിക്കുന്നില്ല. അതായത് ഇവിടെ ഒരു വ്യക്തിബന്ധം ബോധപൂർവം നിലനിർത്താൻ ഇടത് പ്രവർത്തകരുമായിട്ട് താങ്കൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ കരൂര് പോലുള്ള പല മേഖലകളിലും കൗൺസിൽ CPM അടക്കമുള്ള പാർട്ടി പ്രവർത്തകരുമായി പിന്നെയും കോണ്ടാക്ട് നിലനിർത്തുന്ന ഒരു കാപ്പൻ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല, ഇങ്ങനെ കേട്ടിട്ടുള്ള കഥയാണ്. അത് വസ്തുതയാണോ? അങ്ങനെയുണ്ടെങ്കിൽ അവിടെ നിന്നുകൂടി വോട്ട് സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങൾ തീർച്ചയായും എപ്പോഴും നമ്മൾ നിലനിർത്തി പോകുന്നുണ്ട്. അന്നും ഇന്നും നാളെയും നിലനിർത്തും. പക്ഷേ ഈ പറഞ്ഞാൽ പാലായെ സംബന്ധിച്ചിടത്തോളം പാലായുടെ വികസനത്തിന് സഹായം ചെയ്തത് മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രിമാരാണെന്നും ഞാൻ പറഞ്ഞു. സത്യമാണ്. ഒരു കാര്യം സത്യമുള്ളത് 2 പ്രാവശ്യം കള്ളത്തരം പറഞ്ഞാൽ അസത്യമാകുമോ? സത്യമല്ലാതെ ആകില്ലല്ലോ. തീർച്ചയായും മുഖ്യമന്ത്രി സഹായിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിമാർ സഹായിച്ചിട്ടുണ്ട്. അവരോട് നന്ദിയുണ്ട്. അത് ഞാൻ എൻ്റെ UDF പ്രവേശനത്തിൻ്റെ രമേശ് ചെന്നിത്തല ഐശ്വര്യ കേരള യാത്രയുടെ അന്ന് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനൊന്നും ഒരു വ്യത്യാസമില്ല. ശരി, കേരളത്തിൽ UDF-ന്റെ പ്രതീക്ഷ എന്താണ്? UDF-ന്റെ ഒരു ഘടകകക്ഷി നേതാവ് എന്നുള്ള നിലയ്ക്ക് 72 മുതൽ 78 സീറ്റ് വരെ വിജയിക്കാം. ചിലപ്പോൾ അതിന് മുകളിലോട്ടും പോകും. പാലയിൽ ഒരു UDF മന്ത്രി ഉണ്ടാവുമോ? അത് അവർ തീരുമാനിക്കേണ്ട കാര്യമില്ലേ, മുന്നണി തീരുമാനിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. നേരത്തെ സീറ്റുകൾ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇതുകൂടി ചർച്ചയായിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഉറപ്പുകളുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല. എലത്തൂർ എന്താ സ്ഥിതി? എലത്തൂരും പാർട്ടി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലാൻഡ് ചെയ്ത് ആവശ്യമായി. അവിടെ ഒരു LDF വിരുദ്ധ വികാരമല്ല, സ്ഥാനാർത്ഥിയോട് ചെറിയ എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ആ സീറ്റ് ബലമായി വേണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ നിർബന്ധപൂർവ്വം ചോദിച്ചൊരു സീറ്റല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ അങ്ങനെ ഒരു മാറ്റം അവിടെ വന്നപ്പോൾ ആ സീറ്റ് ഞങ്ങൾ തന്നിട്ട് തിരിച്ചെടുക്കാൻ നോക്കിയത്. തിരിച്ചെടുക്കാൻ നേതാക്കളല്ല, അവിടെ ലോക്കൽ ശ്രമങ്ങളുണ്ടായെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതൊക്കെ കവർ ചെയ്ത് അതിജീവിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥി അവിടെ നിന്നു. നല്ല മത്സരം നടന്നു. ജയിക്കുമെന്ന് അദ്ദേഹം എന്നോട് വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചാണ്. എന്തായാലും മാണി സി കാപ്പൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വലിയ ആത്മവിശ്വാസമാണ്, ചെറിയ ആത്മവിശ്വാസമൊന്നുമല്ല, വലിയ ആത്മവിശ്വാസം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എത്രത്തോളം ശരിയെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും. തീർച്ചയായും അദ്ദേഹത്തിന് വിജയാശംസകൾ ഈ അവസാന മണിക്കൂറുകളിൽ നേരുകയാണ്. എന്തായാലും പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. അതാണ് മാണി സി കാപ്പൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഈ സർവേകൾക്കപ്പുറം ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ജോസ് കെ മാണി വിരുദ്ധ തരംഗം, താൻ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം MLA നിലയിൽ തന്നെ നാട്ടുകാർ അംഗീകരിച്ചത്, എല്ലാ വിഭാഗത്തിൽ നിന്നും BJP-യിൽ നിന്നാകട്ടെ CPM-ൽ നിന്നാകട്ടെ ഏത് വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും 15,000 വരെ വോട്ടുകൾ. കാപ്പൻ്റെ ഒരു വലിയ പ്രത്യേകത ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും വലിയ ആത്മവിശ്വാസമുള്ള ആളാണ്. ഇപ്പോൾ ഈ അവസാന നിമിഷം വേണമെങ്കിൽ കുറച്ച് എന്ന് പറയാം. പക്ഷെ കാപ്പന്റെ ഒരു പൊതു രീതി തന്നെ അങ്ങനെയാണ്. ഇതിനു മുമ്പ് തോക്കുന്ന ഇലക്ഷനും ഇതേ രീതിയിൽ തന്നെയാണ്. തോറ്റ് ജയിച്ച ഒരാളാണ്. ആ സമയത്തും ഇതേ ആത്മവിശ്വാസം, എപ്പോഴും ഞാൻ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം. ഒരു തലത്തിൽ അത് ഇലക്ഷൻ പ്രചരണത്തെ പോലും സ്വാധീനിക്കും, ജനങ്ങളുടെ ഒരു വോട്ടിനെ പോലും സ്വാധീനിക്കാൻ ഒരു സ്ഥാനാർത്ഥി ഇത്ര ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നു. അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പൊ 15,000 വോട്ടൊക്കെ അദ്ദേഹം ഉയർത്തി. 15,000 തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. 15,000 ജയിക്കും. പിന്നെ അത് തെരഞ്ഞെടുപ്പ് 15,000. LDF-ന്റെ കണക്കിലോ UDF-ന്റെ കണക്കിലോ എങ്ങും ജയിച്ചാൽ വളരെ ചെറിയ മാർജിന് ജയിക്കുമെന്നാണ് ഒരു പൊതുവായ. പക്ഷെ കാപ്പൻ അതിൽ ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ 15,000 വോട്ടിന് ജയിക്കുമെന്ന്. എന്തായാലും വിധി നമുക്ക് 2 ദിവസത്തിൽ തന്നെ. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഈ റിസൾട്ടിന്റെ ഒരു ആകാംക്ഷയുണ്ട്. പക്ഷെ അപ്പോഴും ഈ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കോവിഡ് വ്യാപനം ഒട്ടും കുറയുന്നില്ല. ഒരുപാട് ജാഗ്രത വേണ്ട ഒരു സമയമാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകണം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള. സംസ്ഥാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി അതിതീവ്രമായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 3 ലക്ഷത്തിലെത്തി. എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20-ന് മുകളിലാണ്. കോഴിക്കോട് നഗരത്തിലെ മാർക്കറ്റുകളിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരും. SS ശരൺ തിരുവനന്തപുരത്ത് നിന്ന്, MS അനീഷ് കുമാർ കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഒപ്പം MS അനീഷ് കുമാർ, SS ശരൺ എന്നിവർ നമ്മോടൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ശരണിലേക്ക് കിടക്കും. ശരൺ, തിരുവനന്തപുരത്ത് കോവിഡ് വ്യാപനം ഒട്ടും കുറവില്ല. വാക്സിൻ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട്.
എന്താണ് പുതിയ നടപടികൾ? കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരും എന്നുള്ള സാഹചര്യമാണല്ലോ അവിടെ. വാഹന പരിശോധന പോലീസ് കർശനമാക്കിയിട്ടുണ്ട്. മറ്റ് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇന്ന് പുതിയ എന്തൊക്കെ നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ശരൺ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതായത് കേരളം കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ വന്ന കണക്കുകളും അത് വ്യക്തമായ സൂചന നൽകുന്നതാണ്. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 38,000 കടന്നിരിക്കുന്നു. അതായത് ബുധനാഴ്ച കേസുകളുടെ എണ്ണം 35,000 കടന്നിരുന്നുവെങ്കിൽ അത് ഒറ്റയടിക്ക് ഇന്നലെ 38,000 കടന്നിരിക്കുന്നു. ഓരോ ദിവസം 3000-ലധികം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ മരണനിരക്കിലും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ ഈ കോവിഡ് കേസുകളുടെ എണ്ണം കുതിച്ചുയരുമ്പോഴും നമ്മൾ ആശ്വാസം കണ്ടെത്തിയിരുന്നത് മരണനിരക്ക് കുറച്ചു നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മരണനിരക്കിലും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. ബുധനാഴ്ച 41 മരണമാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരുന്നതെങ്കിൽ ഇന്നലെ അത് 48 ഉയർന്നിരിക്കുന്നു. ഒപ്പം തന്നെ TRP റേറ്റിലും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. കൂടുതൽ ഓരോ ദിവസം കഴിയുന്നതോറും TRP റേറ്റിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% മുകളിൽ എന്നുള്ളതാണ്. നേരത്തെ 3 ജില്ലകൾ, അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ഈ TRP റേറ്റ് 20% താഴെയായിരുന്നെങ്കിൽ അത് ആ ജില്ലകൾ കൂടി ഈ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ വളരെയേറെ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും കൂടുതൽ നിലവിലെ നിയന്ത്രണങ്ങൾ കൂടാതെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും, കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന സൂചന നേരത്തെ തന്നെ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. പ്രധാനമായും അടുത്ത മാസം 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഏതായാലും മറ്റൊന്ന് വളരെ ഇപ്പോൾ തൽക്കാലം ലോക്ക്ഡൌൺ ഇല്ല, പക്ഷേ ഒരു ലോക്ക്ഡൌണിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. IMA അടക്കമുള്ള സംഘടനകൾ, അതുപോലെ പ്രധാനപ്പെട്ട പല ആരോഗ്യ വിദഗ്ധരും ഈ സമയത്ത് ലോക്ക്ഡൌൺ വേണം എന്ന തരത്തിലേക്കുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന ഒരു പരോക്ഷമായ സൂചന ചിലപ്പോൾ ലോക്ക്ഡൌണിലേക്ക് പോയേക്കാം എന്ന മട്ടിൽ തന്നെയാണ്. എന്താണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്, പ്രത്യേകിച്ചും സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലുള്ളവർ പറയുന്നത്? അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പോകുന്ന ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തുടർന്നാൽ അത്തരമൊരവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുന്ന ഒരു രീതിയിലാണോ പോകുന്നത്? കിരൺ, തീർച്ചയായിട്ടും അതായത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ കൃത്യമായ സൂചന നൽകിയിരുന്നു. നിലവിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ അവസാന കൈയായി, അതായത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവസാന കൈയായി ലോക്ക്ഡൌണിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുഖ്യമന്ത്രി ഇത്തരത്തിൽ 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങൾ. ഏതായാലും ആ രീതിയിലുള്ള കടുത്ത നിയന്ത്രണങ്ങളിലൂടെ അല്ലാതെ രോഗവ്യാപനത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ലെന്ന വിലയിരുത്തൽ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും അവലോകന യോഗം കൃത്യമായി തന്നെ ചേരുന്നു. ഈ അവലോകന യോഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഏത് രീതിയിലാണ് ഫലവത്താകുന്നതെന്ന് പരിശോധിക്കുമ്പോഴും കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ IMA അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ KGMOയെ ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് 2 ആഴ്ചത്തേക്ക് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പോഴും സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് നിലവിൽ ലോക്ക്ഡൌൺ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ലോക്ക്ഡൌണിലേക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ മറ്റന്നാൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം അത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ നീങ്ങുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരണി, പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ വാക്സിന്റെ ക്ഷാമമായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകദേശം പരിഹരിച്ച് വല്ല കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വാക്സിൻ നൽകാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ അവസ്ഥ എന്താണ്? വാക്സിന്റെ കൂടുതൽ ഡോസ് സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും ഇത്തരത്തിൽ വാക്സിൻ ക്ഷാമം നേരിടുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് പോലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും കൂടുതൽ വാക്സിന്റെ ഡോസ് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ഈ വാക്സിന്റെ 2ാം ഡോസ് സ്വീകരിക്കേണ്ട ആളുകൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നുള്ളതാണ്. ഏതായാലും അത് കൂടുതൽ ഫലവത്താകുന്നു. കൂടുതൽ ആളുകൾക്ക്
വാക്സിൻ ലഭ്യമാക്കുന്നതിന് ഇടയാക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അത്തരത്തിൽ സ്പോട്ട് രജിസ്ട്രേഷൻ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ എത്തി വാക്സിൻ സ്വീകരിക്കാനുള്ള അവസരം സർക്കാർ തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കൂടുതൽ ക്രമീകരണങ്ങൾ, അതായത് ഈ സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ തിരക്ക് ഒഴിവാക്കാനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഏതായാലും കൂടുതൽ വാക്സിൻ ആവശ്യമായി വരും. നമുക്കറിയാം അടുത്ത 3 മാസത്തിനുള്ളിൽ 1 കോടി വാക്സിൻ കേരളത്തിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അതാണ് വാക്സിനുമായി ബന്ധപ്പെട്ട സാഹചര്യം. നമുക്ക് സനോജ് സുരേന്ദ്രനും MS സനീഷ് കുമാറും തുടരുന്നുണ്ട്. സനോജിലേക്ക് ഒന്ന് പോകേണ്ടത്. സനോജ്, വടക്കൻ കേരളത്തിൽ പൊതുവെയുള്ള സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. നിയന്ത്രണങ്ങൾ കർശനമാണ്. കോഴിക്കോടക്കം ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഞായറാഴ്ച പല കാര്യങ്ങളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് മുതൽ തന്നെ. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം അവിടെ? ഈ പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളെ പോലെ തന്നെ വർദ്ധിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടല്ലോ. പുതിയ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഭരണകൂടം? രഞ്ജിത്തെ, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസം നൽകുന്ന കണക്കുകളല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉള്ളത്. ഇന്നലെ 4999 രോഗികളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. 5000-ഓട് കഴിഞ്ഞ ദിവസം 5000 കടന്നിരുന്നു. അതിനുശേഷം ഇന്നലെ കഴിഞ്ഞ ദിവസം 4217 എത്തി. ഇന്നലെ വീണ്ടും അത് 5000-ഓട് അടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഇന്നലെ 24.68 എത്തി. 25-ന് താഴെയായി. കഴിഞ്ഞ 4 ദിവസത്തിലേറെയായി 25-ന് മുകളിലായിരുന്നു ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. പക്ഷേ പരിശോധന കൂട്ടിയതുകൊണ്ടാണ് രോഗികളുടെ എണ്ണം 5000-ഓളം എടുക്കുന്നത്. കാരണം രോഗികളുടെ എണ്ണവും കൂടുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇന്നലെ DMOയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ DMO വ്യക്തമാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്ക് 8000-നും 10000-നും ഇടയിലേക്ക് ഉയരുമെന്നുള്ളതാണ് DMO വ്യക്തമാക്കിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള മുൻകരുതലുകളാണ് ജില്ലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെന്റിലേറ്റർ സംവിധാനങ്ങൾ ഒരുക്കണം, മതിയായ കിടക്കകൾ, ഓക്സിജൻ പ്ലാന്റുകളുടെ അഭാവത്തിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം. ചില സ്വകാര്യ ആശുപത്രികളിൽ ഓക്സിജൻ എത്തിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഓക്സിജൻ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇന്നലത്തെ യോഗത്തിൽ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുവാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലാണ് നഗരപ്രദേശങ്ങളിൽ കോഴിക്കോട്ടെ വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് അറിയാം കിരൺ, ഈ 5000 കടന്ന ജില്ലകളിലൊന്നാണ് എറണാകുളം. MS സനീഷ് കുമാർ അവിടെയുണ്ട്. അനീഷ്, എറണാകുളത്ത് ചില പഞ്ചായത്തുകളിലെങ്കിലും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. രോഗികളുടെ എണ്ണം ഒട്ടും കുറയുന്നുമില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാകട്ടെ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് പൊതുവെയുള്ള സാഹചര്യം? എന്താണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ? രഞ്ജിത്ത്, കോവിഡ് മഹാമാരിക്ക് എറണാകുളം ജില്ലയിൽ യാതൊരു ശമനവുമില്ല. വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് വന്നു. 5369 ഇന്നലെ കോവിഡ് രോഗം സ്ഥിരീകരിച്ച ആളുകളുടെ എണ്ണം. ഏതാണ്ട് 1,00,000-നടുത്ത് ആളുകൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് ജില്ലയിൽ. ഒപ്പം കോവിഡ് പോസിറ്റീവായ ആക്റ്റീവ് കേസുകളുടെ എണ്ണം ഏതാണ്ട് 50,000-ലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ 5 ലക്ഷത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലും ഈ രോഗബാധ കൂടുതലായി സ്ഥിരീകരിച്ചിരിക്കുന്ന മേഖലകളിലും ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഓക്സിജൻ വിതരണം ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും കാര്യക്ഷമമാക്കി മാറ്റുന്നതിന് കലൂർ മെട്രോ സ്റ്റേഷന് മുകളിൽ ഒരു ഓക്സിജൻ വാർ റൂം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ 80-ലധികം ആളുകളാണ് ജോലി ചെയ്ത് ജില്ലയിലെ വിവിധ ആശുപത്രികൾക്ക് വേണ്ട ഓക്സിജൻ കൃത്യസമയത്ത് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഒപ്പം കൊച്ചി മെട്രോയുടെ സമയക്രമത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ സർവീസ് ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ 6 മണി മുതൽ സർവീസ് ആരംഭിക്കും. ഒപ്പം ഈ യാത്രക്കാർ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ ട്രിപ്പുകളുടെ ഇടവേളകളും കുറച്ചിട്ടുണ്ട്. 14 മിനിറ്റ് ഇടവേളകളിലായിരിക്കും പീക്ക് സമയങ്ങളിലല്ലാത്ത സമയങ്ങളിൽ ഈ ട്രെയിനുകൾ ഓടുക തുടങ്ങി അത്തരത്തിൽ കൊച്ചി നഗരവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും പ്രത്യേക നിയന്ത്രണങ്ങളും ഒപ്പം തിരക്ക് കുറയുന്നതനുസരിച്ച് വാഹന ക്രമീകരണവും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് അടക്കമുള്ള ആളുകൾ കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. അനാവശ്യമായി നഗരത്തിൽ എത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുന്നു. ഒപ്പം കോവിഡ് വാക്സിനേഷൻ നടപടികളും ഊർജിതമായി നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിന്റെ സ്ഥിതി ആശങ്കാജനകമാണ്. നമ്മൾ കൂടുതൽ ജാഗ്രത, കർശനമായ ജാഗ്രതയിലേക്ക് മുൻപാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്.
കോഴിക്കോട് നിന്നൊക്കെ വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം വീണ്ടും കൂടാം എന്നുള്ള ഒരു ആശങ്ക തന്നെ വരുന്നുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങൾ കൂടുതൽ നമ്മൾ തന്നെ സർക്കാർ ഏർപ്പെടുത്തുന്ന നിയന്ത്രണത്തിനപ്പുറത്തേക്ക് നമ്മൾ സ്വയം നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു ലോക്ക്ഡൌണിലേക്ക് നമുക്ക് പോയെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ പ്രതിനിധികളാണ് വിവിധ ജില്ലകളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഒരു പോസിറ്റീവായ ഒരു വാർത്തയാണ്. ഈ കോവിഡ് പോസിറ്റീവായവർക്ക് കൈത്താങ്ങാവുകയാണ് പാലക്കാട് എടത്തറയിലെ മുഹമ്മദ് അറാഫത്ത്. കോവിഡ് പോസിറ്റീവായവരെയും കോവിഡ് ലക്ഷണങ്ങളുള്ളവരെയും സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലെത്തിക്കുന്ന സ്വന്തം വാഹനത്തിലാണ് ഈ യുവാവ്. നാടിന്റെ അഭിമാനമായ ഈ അറാഫത്തിനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം ഈ നാട്ടിലെ കോവിഡ് ബാധിച്ച ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. ആംബുലൻസ് വരാൻ വൈകിയാൽ അദ്ദേഹം തന്നെ PPE കിറ്റ് എടുത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം പരീക്ഷയുള്ള സമയത്ത് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നു, കോവിഡ് ബാധിച്ച കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അറഫാത്താണ് ഇന്ന് ഈ നാട്ടിലെ താരം. നമുക്ക് അറഫാത്തിനെ തന്നെ പരിചയപ്പെടാം. അറഫാത്ത്, എങ്ങനെയാണ് ഇങ്ങനെയൊരു ശ്രമത്തിലേക്ക്, ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു അവനിക്ക് തീരെ പനിയുടെ കാര്യങ്ങളൊക്കെയാണെന്ന്. വീട്ടിലെല്ലാവർക്കും ലക്ഷണങ്ങളുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു എനിക്ക് ആശാ വർക്കുന്ന പരിചയമുണ്ട്. ആശാ വർക്കർ വിളിച്ച് പറഞ്ഞു ഇതാ ഇന്ന വീട്ടിൽ കുറച്ച് പേർക്ക് പ്രശ്നമുണ്ട്, ഒന്ന് രജിസ്റ്റർ ചെയ്യണം ആൻറ്റിജൻ ടെസ്റ്റിന്, അവർക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പറഞ്ഞു. അപ്പോൾ ആശാ വർക്ക് ചെയ്യാമെന്നും പറഞ്ഞു. അവൻ്റെ രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ 11 മണിയാകുമ്പോൾ ഒരു വീട്ടുകാരെ വിളിച്ചു, സുഹൃത്തിനെ വിളിച്ചു, എന്താ പോയി എന്താ റിസൾട്ട് എന്താ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വണ്ടിക്കാരും വിളിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ വണ്ടീൻ്റെ അടുത്ത് ഞാനൊരു PPE കിറ്റും വാങ്ങിയിട്ട് അവൻ്റെ വീട്ടുകാരെല്ലാവരും കൊണ്ടുപോയി. 5 പേരുണ്ടായിരുന്നു. 5 പേരും കൂടി കൊണ്ടുപോയപ്പോൾ അപ്പോൾ തന്നെ റിസൾട്ട് അറിഞ്ഞു കുറച്ച് നേരത്തിനുള്ളിൽ എല്ലാവർക്കും പോസിറ്റീവ്. തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഞാൻ വന്ന് എൻ്റെ സാനിറ്റൈസിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് 6 ദിവസം പ്രായ ഒരു കുട്ടിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എൻ്റെ സുഹൃത്ത് ആനുല് കിഴക്കേക്കാലത്ത്, പിന്നെ അവിടുത്തെ മെമ്പർ രേണു ചേച്ചി, ഇവരെല്ലാവരും കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വേഗം പോയ സമയത്ത് അവൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഏത് ഹോസ്പിറ്റലാരും എടുക്കുന്നില്ല. കാരണം കുട്ടിക്കും പോസിറ്റീവാണ്, ഉമ്മാക്കും പോസിറ്റീവാണ്, വീട്ടിലെല്ലാവർക്കും പോസിറ്റീവാണ്. വെറും 6 ദിവസം പ്രായമായിട്ടുള്ളൂ. ഉമ്മാക്കാണ് സിസേറിയൻ കഴിഞ്ഞതുമാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് കുട്ടിയുടെ ഉമ്മാക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആരോഗ്യമന്ത്രി ശൈല ടീച്ചറിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. അവനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവനുള്ള സൗകര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, ചെയ്തു തന്നു. അപ്പോൾ അവരെ കൊണ്ട് വീണ്ടും വണ്ടി കിട്ടിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഇതേപോലെ PPE കിറ്റ് എടുത്തു, അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ കാണിച്ച് കുട്ടിക്ക് നല്ല ഭേദമായി. അപ്പോൾ എനിക്കൊരു സന്തോഷമായി, സമാധാനം, ഒരു സംതൃപ്തിയായി. പിന്നെ അതിനുശേഷം അവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് ഭയങ്കര സങ്കട ഫീലിംഗിൽ കാര്യം പറഞ്ഞു. ആ കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഇതേപോലെ ഒരുപാട് പേരുണ്ടാവും, അവരെയും കൂടി നമുക്ക് സഹായിക്കാൻ മുന്നോട്ട് ഇറങ്ങണം. നമുക്ക് ചെറിയൊരു പണിയേ ഉള്ളൂ, ബുദ്ധിമുട്ടേ ഉള്ളൂ, അവർക്ക് ഭയങ്കര ജീവിതത്തിൽ നല്ല ഹെൽപ്പായി മാറും. ഇത്രയും കാലത്ത് ഈ സമയത്തിനുള്ളിൽ എത്ര പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്? ഇത്രയും കാലത്ത് നമ്മളൊരു ശനിയാഴ്ച വാരാന്ത്യ ലോക്ക്ഡൗൺ തുടങ്ങിയില്ല, അതിന് ശേഷമാണ് എനിക്ക് കടയിൽ ലീവ് കിട്ടിയപ്പോൾ നമ്മൾ ശരിക്കും ഇറങ്ങിയത്. അതിനുശേഷം തുടർച്ചയായി ചെയ്യുന്നുണ്ട്. ഒരു 70 പേര് 80 പേരിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരു മറക്കാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് എന്താണ് ഇതിനകത്ത്? ഇതിൽ മറക്കാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടത്തരത്തെ ആശാർക്കർ ലതച്ചേച്ചി വിളിച്ച് പറഞ്ഞു ഒരു വീട്ടിൽ ഒരു മുത്തശ്ശന് തീരെ വയ്യ, ആ വീട്ടിൽ 3 പേർക്കും പോസിറ്റീവാണ്, അർഫത്ത് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു. ഞാനങ്ങനെ വേഗം വീടെത്തി കൊണ്ടുപോകാന്നുള്ള ലെവലിൽ വീടെത്തിയിട്ട് അവിടെ പോയി നോക്കുന്ന സമയത്ത് അവരെ എടുക്കുന്ന സമയത്ത് മൂപ്പര് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വീട്ടിൽ എങ്ങനെ പറയേണ്ടതെന്ന് അറിയുന്നില്ല മരിച്ച കാര്യം. എനിക്കാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടാണ്. കൈ വിറങ്ങലിച്ചിരിക്കുന്നു. പിന്നെ അവർക്ക് ഞാൻ ടോർച്ച് എടുത്ത് വരാൻ പറഞ്ഞു. ടോർച്ച് എടുത്ത് കണ്ണ് നോക്കി, പിന്നെ നാടി പിടിച്ച് നോക്കിയപ്പോൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് എങ്ങനെ പറയണോ വേണ്ടെന്നുള്ളൊരു, പിന്നെ ലാസ്റ്റ് പറഞ്ഞു എനിക്ക് ആദ്യകാലമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും മരണം ഏകദേശം ഉറപ്പാണെന്നുള്ളത്. അപ്പോൾ പിന്നെ അതിനെ ആംബുലൻസ് സൗകര്യപ്പെടുത്തി കൊണ്ടുപോയി ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കോവിഡ് ടെസ്റ്റ് എടുത്തപ്പോൾ പോസിറ്റീവായിട്ടാണ് മരിച്ചത്. അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം നമ്മളാണല്ലോ ആദ്യമായിട്ട് ഒരാളെ മരിച്ചോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ആളുകളൊക്കെ പിന്നീട് പിന്തുണ നൽകിയോ നിങ്ങളുടെ ഈ ശ്രമത്തിന്? ആരോഗ്യവകുപ്പിൻ്റെ എല്ലാവരും പൂർണ്ണ പിന്തുണയുണ്ട്. അവിടുത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിതൻ സാറ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത് സാറ്, ഇവരൊക്കെ വിളിച്ചിരുന്നു. പിന്നെ അവിടുത്തെ ആശാ വർക്കേഴ്സ് അവരും വിളിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ അർഫാത്ത് അവർക്കും സപ്പോർട്ട് ഇതേപോലെ വേണം, പിന്നെ ഞങ്ങൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യാന്നുള്ള വിളിച്ച് അഭിനന്ദനമൊക്കെ അവർ അറിയിച്ചു. വീട്ടുകാരെന്ത് പറഞ്ഞു? കാരണം അവർക്ക് സ്വാഭാവികമായിട്ടൊരു പേടിയൊക്കെ ഉണ്ടാവും. വീട്ടുകാരെന്താണ് പറഞ്ഞത്? വീട്ടുകാർ ആദ്യം കുറേ എതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ട വീട്ടിൽ അവരൊക്കെ പറഞ്ഞു അർഫാത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ആ കുട്ടിക്ക് നല്ല രീതിയിൽ ചികിത്സ കിട്ടി രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മാക്കും ഭയങ്കര സന്തോഷമായി, പിന്നെ വൈഫിന് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അവരും പറഞ്ഞു അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, കൊണ്ടുപോയി അവനെ രക്ഷിക്കണം. അപ്പോൾ അല്ലാതെ സഹകരണമുണ്ട് വീട്ടുകാരിൽ നിന്ന്, അവർക്ക് സന്തോഷം. മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് എന്താണ്? എത്രത്തോളം ആത്മസംതൃപ്തി എത്രത്തോളം വലുതാണ്? ആത്മസംതൃപ്തി വെച്ചാൽ എനിക്ക് നല്ല ആത്മസംതൃപ്തി ഉണ്ട്, നന്നായിട്ടുണ്ട്, ആത്മസംതൃപ്തി ഉണ്ട്. പിന്നെയുള്ളൊരു ടെൻഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് പോസിറ്റീവായി കഴിഞ്ഞാൽ ഇതേപോലെ ആരെയും കൊണ്ടുപോകാമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വില്ലിങ്, അർഫാത്ത് നിനക്കെന്നേ പറ്റി ഞങ്ങളുണ്ടാവും ബാക്കി ഇത് ഏറ്റെടുക്കാൻ,
നിന്റെ വണ്ടി ഉണ്ടല്ലോ ഇനി ഇത് കുറച്ചു കാലം കൂടി ഇങ്ങനെ പോകാൻ തന്നെയാണോ അതോ ജോലിക്കൊക്കെ പോകാൻ എങ്ങനെയാണ് ഇത്? ജോലിക്ക് ബാധിക്കാത്തിടത്തോളം കാലം കുട്ടിയും കുടുംബമുള്ളതല്ലേ, അപ്പോൾ കറക്റ്റ് വർക്കിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ടാവുന്നത്രത്തോളം ഞാനത് ചെയ്യും. അതാണ് അറഫാത്ത് പറയുന്നത്. അറഫാത്തിൻ്റെ ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഈ വണ്ടിക്ക് ഉള്ള പേര് എന്ന് പറയുന്നത് രാജാവ് എന്നുള്ളതാണ്. ഈ നാട്ടിലെ എടത്തറയിലെ കോവിഡ് ബാധിച്ച ആളുകളെ ഈ നാടിൻ്റെ രാജാവ് ഇപ്പോൾ അറഫാത്താണ്. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. കോവിഡ് കാലത്ത് മാതൃകയായ റാഫത്തിൻ്റെ വാർത്തയാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി റിപ്പോർട്ട്. നമുക്ക് മറ്റൊരു ദുഃഖകരമായ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. സംവിധായകനും ഛായാഗ്രാഹകനുമായ KV ആനന്ദ് അന്തരിച്ചു. ഹൃദയാഘാതം മൂലം ചെന്നൈയിലായിരുന്നു അന്ത്യം. 53 വയസ്സായിരുന്നു. തെന്മാവിൻ കൊമ്പത്ത്, മിന്നാരം, ചന്ദ്രലേഖ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായിരുന്നു. അയൻ, കാപ്പാൻ, മാട്രൺ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം. ആതിര സുധാകരൻ വിവരങ്ങൾ നൽകും. ആതിര, 53 വയസ്സ് എന്ന് മനസ്സിലാകുന്നു. എന്താണ് മരണകാരണമായി പറയുന്നത്? രഞ്ജിത്ത് ഹൃദയാഘാതം മൂലം ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിലായി ഛായാഗ്രഹണം, സംവിധാനം ഒക്കെ ഒട്ടേറെ സിനിമകൾക്ക് നിർവഹിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു KV ആനന്ദ്. ഛായാഗ്രാഹകനായ PC ശ്രീറാമിന്റെ സഹായിയായാണ് അദ്ദേഹം സിനിമയിൽ തന്റെ കരിയർ തുടങ്ങുന്നത്. സഹഛായാഗ്രാഹകനായി ഗോപുരവാസലിലെ അമരൻ, മീര, തിരുട തുടങ്ങിയ ചിത്രങ്ങളിൽ ജോലി ചെയ്തു. പ്രിയദർശന്റെ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ആനന്ദ് സ്വതന്ത്ര ഛായാഗ്രാഹകനായി മാറുന്നത്. അരങ്ങേറ്റ ചിത്രത്തിൽ തന്നെ ഛായാഗ്രഹത്തിലുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ. പിന്നീട് മിന്നാരം, ചന്ദ്രലേഖ തുടങ്ങിയ സിനിമകളിൽ പ്രവർത്തിച്ചിരുന്നു. തമിഴ് സിനിമകളിലും ഹിന്ദി സിനിമകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഛായാഗ്രഹനായ ആദ്യ തമിഴ് ചിത്രം കാതൽ ദേശം എന്നതാണ്. പിന്നീട് മുതവൽ, ബോയ്സ്, ശിവാജി തുടങ്ങിയ വമ്പൻ ഹിറ്റുകളിൽ ഇദ്ദേഹം പങ്കാളിയായി. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിലായി 14ഓളം ചിത്രങ്ങളിലാണ് KV ആനന്ദ് ഛായാഗ്രഹകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഷാരൂഖ് ഖാനും ഐശ്വര്യയും ഒന്നിച്ച ജോഷ്, അമിതാഭ് ബച്ചന്റെ കാക്കെ തുടങ്ങിയ ഹിന്ദിയിൽ 4 സിനിമകൾക്ക് ഛായാഗ്രഹം നിർവഹിച്ച വ്യക്തിയായിരുന്നു. ഒപ്പം തന്നെ ശ്രീകാന്ത്, ഗോപിക, പൃഥ്വിരാജ് എന്നിവർ അഭിനയിച്ച കനാക്കൊണ്ടൻ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. അയനാണ് 2ാമത്തെ ചിത്രം. GV നായകനാക്കി ഒരുക്കിയ 3ാമത്തെ ചിത്രം ആയിരുന്നു കോയും. വൻ ഹിറ്റായിരുന്നു. പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മികച്ച ഛായാഗ്രഹത്തിലുള്ള ദേശീയ പുരസ്കാരം 1995 KV ആനന്ദിന് തേടിയെത്തി. മികച്ച ഛായാഗ്രഹനുള്ള ഫിലിംഫെയർ പുരസ്കാരവും അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്. തമിഴിൽ അതേപോലെ കനാക്കൊണ്ടൻ, അയൺ, കോ, മാട്രൺ, അനേകം തുടങ്ങിയ ചിത്രങ്ങളാണ് തമിഴിൽ അദ്ദേഹം സംവിധാനം ചെയ്തത്. ഇത്തരത്തിൽ ഇന്ന് രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങൾ നൽകിയത്. പ്രിയദർശന്റെ ഇഷ്ട ഛായാഗ്രാഹകനായിരുന്നു ആനന്ദ് എന്ന് മനസ്സിലാകുന്നു. പ്രിയദർശന്റെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് പോകണം കിരൺ. അതിനു മുൻപ് ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം